ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഇന്നലെ പുറത്തുവന്ന 10 എക്സിറ്റ് പോൾ ഫലങ്ങൾ UDF അധികാരത്തിലേക്കെന്ന് പ്രവചിച്ചതിന്റെ ആത്മവിശ്വാസം UDF നേതാക്കളിൽ നിന്നും പുറത്തുവന്ന ദിവസമാണിന്ന്. അധികാരമുറപ്പിച്ച പ്രതികരണങ്ങളിൽ ചോദ്യത്തിന് ഉത്തരമായിട്ടാണെങ്കിലും മുഖ്യമന്ത്രി കസേരയിലേക്ക് VD സതീശനാണ് വരേണ്ടതെന്ന പതിവ് വിട്ട് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിൽ എതിർചേരിയിലെ അമർഷം ഒറ്റയ്ക്കും തെറ്റയ്ക്കും പുറത്തുവരുമ്പോൾ ലീഗിനെന്താ ഇതിൽ കാര്യമെന്ന ചോദ്യവുമായി മാളത്തിൽ നിന്നും വെള്ളാപ്പള്ളിയും പുറത്തുവന്നിട്ടുണ്ട്. UDF വന്നാൽ ലീഗ് ഭരിക്കുമെന്നും മാറാടുകൾ എത്രയുണ്ടാകുമെന്നുമുള്ള വർഗീയ പ്രതികരണത്തോട് മറുപടി പറയാൻ ഇന്നിപ്പോൾ ലീഗ് മാത്രമാണ് രംഗത്തുള്ളത്. ഭരണമാറ്റം ഉറപ്പിച്ച് സർക്കാരിനെതിരെ കടുപ്പിച്ച് IAS രംഗത്തുനിന്നും ശബ്ദമുയരുകയാണ്. രണ്ടാം പിണറായി സർക്കാരിൽ ഭരിച്ചത് കിഫ്ബി CEO ആണെന്ന ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നത് ഡോക്ടർ B അശോക് IAS ആണ്. പോകുന്ന പോക്കിൽ വെടിവെച്ചു പോകുന്ന പ്രതികാര നടപടി അധികാരം നഷ്ടപ്പെട്ടവരുടെ നടപടിയാണെന്നാണ് തുറന്നടിക്കൽ. കഴിഞ്ഞ തവണ അന്തിമ ഫലത്തോട് ചേർന്ന് നിൽക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ച ടുഡേഴ്സ് ചാണക്യ കേരളത്തിൽ തൂക്കുസഭയെന്ന പ്രവചനവുമായി ഇന്ന് രംഗത്ത് വന്നത് അല്പം മുൻപാണ്. യഥാർത്ഥ വിധി അറിയാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ മാറ്റം ഉറപ്പിച്ചോ പൊട്ടിത്തെറി എന്നതാണ് ചോദ്യം. ആദ്യം ശ്രീ B അശോകിലേക്കാണ്. ഡോക്ടർ B അശോക്, ഇന്നലെയും ഇന്നുമായി അങ്ങ് ഒരുപാട് കാര്യങ്ങൾ തുറന്നടിക്കുകയാണ്. ഒരു ഭരണമാറ്റം ഉറപ്പിച്ചുകൊണ്ടാണോ ഈ നിമിഷം അദ്ദേഹം താങ്കൾ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാം അല്ലെങ്കിൽ വെളിപ്പെടുത്താമെന്നൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്? അങ്ങനെ ഒരു പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല. അന്യായമായ സസ്പെൻഷൻ ഓർഡർ എന്തിനാണ് ഇപ്പോൾ ലഭിച്ചതെന്നുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞതാണ്. ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളൂ. ചോദിച്ച ചോദ്യങ്ങൾക്കാണ് ഉത്തരം. താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കാം. ശ്രീ B അശോക്, സാധാരണഗതിയിൽ IAS ഉദ്യോഗസ്ഥർക്ക് ഈ കാരണം കാണിക്കൽ നോട്ടീസ് തരുമ്പോൾ നിങ്ങൾ അതിന് കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകുകയാണ് ചെയ്യുക. സസ്പെൻഷൻ നടപടി ഉണ്ടാകുമ്പോൾ അതിന് വിശദീകരണം നൽകുക അങ്ങ് നേരിട്ട് നൽകുകയാണ് ചെയ്യുക. പക്ഷേ പതിവ് വിട്ട് ഒരു വാർത്താ സമ്മേളനത്തിലൂടെ അല്ലെങ്കിൽ ചർച്ചകളിലൂടെ ലേഖനത്തിലൂടെയൊക്കെ പ്രതികരിക്കാൻ അങ്ങ് തയ്യാറായിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഏറ്റവും ഒടുവിലെടുക്കാൻ കേൾക്കുന്നില്ലേ ശ്രീ B അശോക്? ഞാൻ ചോദിച്ചത്, സാധാരണഗതിയിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് വരുമ്പോൾ അല്ലെങ്കിൽ സസ്പെൻഷൻ നടപടി ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ നേരിട്ട് നടത്തുന്ന ഇടപാടുകളാണ്. മറുപടിയും ചോദ്യവും ഒക്കെ നിങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങ് പതിവ് വിട്ട് ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നു, അല്ലെങ്കിൽ മാധ്യമ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിലെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും. ഒരു സെക്കൻഡ് ഇതിപ്പോ താങ്കൾ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത്? എനിക്കൊരു കുറ്റപത്രം തരികയാണോ? ഞാൻ എന്നെ കാണാൻ വന്ന മാധ്യമങ്ങളോട് ഞാൻ ഇന്ററാക്ട് ചെയ്യും. അവിടെ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയും. എനിക്ക് അതിർവരമ്പുകൾ സൃഷ്ടിക്കാനായിട്ട് ആരും ശ്രമിക്കേണ്ട. അതിന് സാധിക്കില്ല. എന്നെ സൃഷ്ടിച്ചവർക്ക് പോലും സാധിച്ചിട്ടില്ല. പിന്നെയാണോ ഒരു മാധ്യമം എനിക്ക് അതിർവരമ്പ് സൃഷ്ടിക്കുന്നത്? നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചോളൂ. എനിക്ക് ആരെയും ഞാൻ അനുവദിക്കില്ല. എനിക്കിത്രയേ ഉള്ളൂ. താങ്കളുടെ ചോദ്യം എന്താണ്? എൻ്റെ സസ്പെൻഷനെ സംബന്ധിച്ചാണോ ചോദിക്കുന്നത്? അത് ഞാനും ഗവൺമെന്റും തമ്മിലുള്ളൊരു വിഷയമാണ്. ഞാൻ സർവീസ് ചട്ടം ലംഘിച്ചിട്ടുണ്ടാവാം, ലംഘിച്ചിട്ടില്ലായിരിക്കാം. അതിന്റെ സമാധാനം ഞാൻ അവിടെ ബോധിപ്പിച്ചോളാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി താങ്കൾക്ക് എന്തെങ്കിലും കൂടുതൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ നിന്ന് ചട്ടം ഒന്നും പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ പഠിപ്പിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ചട്ടം എപ്പോൾ പാലിക്കണമെന്നും എപ്പോൾ മറികടക്കണമെന്നും അങ്ങൊരു രോഷപ്രകടനത്തോടെ തുടങ്ങിയത് എന്താണെന്ന് ഞാൻ അത്ഭുതത്തോടെ കേൾക്കുകയാണ്. എന്റെ ചോദ്യത്തിൽ ഒരു ദുരന്തവും ഉണ്ടായിരുന്നില്ല ശ്രീ അശോക്. എനിക്കൊരു തർക്കം ഇല്ല. എനിക്ക് ഒരു താല്പര്യം. എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത് കാര്യങ്ങൾ അറിയാനും അറിയിക്കാനുമാണ്. രാവിലെ മുതൽ ചില ആളുകൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, താങ്കൾ ചട്ടം ലംഘിച്ചെങ്കിൽ താങ്കൾ എന്തായാലും തല വെട്ടിക്കളയോ? ഒന്നുമില്ല. അതിനൊരു നടപടിക്രമമുണ്ട്. അത് ഞാൻ ആൻസർ ചെയ്തു. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തു. ചട്ടം ലംഘിച്ചോ എന്ന ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. You are wasting your own time. You are wasting your own time. What is the material question? You come to that. ചോദിച്ചോളൂ. അങ്ങ് ചോദ്യം കേൾക്കാൻ തയ്യാറാവുന്നില്ലല്ലോ. അങ്ങ് ചോദ്യം കേട്ടിട്ട് പോലും ഇല്ലല്ലോ. അല്ല, പറഞ്ഞോളൂ. ഞാൻ അങ്ങേക്ക് ഒരു കുറ്റപത്രം നൽകാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അങ്ങ് സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു തുറന്നടിക്കൽ നടത്തുന്ന പശ്ചാത്തലത്തിൽ എന്താണ് ചോദ്യം?
അങ്ങേക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയിലേക്ക് ഞാൻ അടുത്ത ചോദ്യമായിട്ട് വരാം. ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും അടുത്ത റൗണ്ട് ഒന്നുമില്ല. ചോദ്യം ചോദിക്കാനുണ്ട് ഇപ്പൊ ചോദിക്കുക, ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഓഫീസിൽ ഞാൻ അവരെ ഒഴിവാക്കാം. എനിക്കതിന് സമയമില്ല. അതുകൊണ്ടാണ് ദയവായിട്ട് മനസ്സിലാക്കി. എനിക്കൊരു ചോദ്യവും നിങ്ങളിൽ നിന്ന് ഇതുവരെ കേട്ടില്ല. എന്താണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉത്തരം പറയാൻ ആഗ്രഹമുണ്ട്. എന്താണ് ചോദ്യം? ഡോക്ടർ ബി അശോക്, ഞാൻ അങ്ങയോട് ആദ്യം തന്നെ ചോദിച്ചു, ഏറ്റവും ഒടുവിലത്തെ ഒരു തീരുമാനമായിട്ടാണ് ശക്തമായ പ്രതികരണവുമായി പുറത്തു വരാൻ തീരുമാനിക്കുക. അപ്പോൾ ഒരു ഭരണമാറ്റം ഉണ്ടാകില്ല എന്നുള്ള കാര്യം അങ്ങ് ഉറപ്പിക്കുകയാണോ? ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യം അങ്ങ് ഉറപ്പിക്കുകയാണോ എന്നാണ് ചോദിച്ചത്. ഒരു ചോദിക്കുന്നത് തെറ്റായ ചോദ്യമാണോ? ഈ സർക്കാർ താഴെ ഇറങ്ങുന്ന സർക്കാരാണ്. അങ്ങ് പറഞ്ഞല്ലോ ഇപ്പോൾ അധികാരമില്ലാത്തൊരു സർക്കാരാണ്. അങ്ങേക്ക് സസ്പെൻഷൻ ഓർഡർ തന്ന അങ്ങ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ജനം വിധി എഴുതി കഴിഞ്ഞ ശേഷമുള്ള ഒരു നടപടിയായിട്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പൂർണ്ണമായ അധികാരമില്ലാത്ത സർക്കാരാണ്. ശരി, 4-ാം തീയതി ജനവിധി വന്നാലുടൻ ഒരു കാവൽ സർക്കാരല്ലേ? ഞാൻ അങ്ങയുടെ നിയമപരമായ സംശയമാണ് ചോദിക്കുന്നത്. ഒരു കാവൽ സർക്കാരിന് അങ്ങനെ ഒരു നടപടി എടുക്കാൻ പറ്റില്ല എന്നാണോ, അതോ ധാർമ്മികമായി അതിന് സാധ്യമല്ല എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അല്ല, സാങ്കേതികമായിട്ട് സർക്കാരിന് അവസാനത്തെ ഇപ്പോൾ സർക്കാർ രാജിവെക്കാൻ പോകുന്നു. 4-ാം തീയതി ജനവിധി എതിരാണെന്ന് വെക്കുക. സർക്കാർ വൈകുന്നേരം 6 മണിക്ക് രാജി മുഖ്യമന്ത്രി സമർപ്പിക്കുന്നു. 5:55 തീരുമാനം എടുക്കാം. പക്ഷേ അത് ഔചിത്യപൂർണ്ണമാണോ? കാരണം ജനവിധി നഷ്ടപ്പെട്ടത് തെരഞ്ഞെടുപ്പ് നടന്ന ദിവസമല്ലേ. ഈ തീരുമാനം ഇന്നലെ എടുക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോ അത്യാവശ്യം എന്തിനാണ് ഉണ്ടാകുന്നത്? അത് ജനവിധി വീണ്ടും ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം എടുക്കാമല്ലോ. അപ്പോൾ എന്തിനാണ് തിരക്കിട്ടെടുക്കുന്നത്? അപ്പോൾ ഔചിത്യത്തിൻ്റെതായ പ്രശ്നമുണ്ട്. സാങ്കേതികമായിട്ട് വേണമെങ്കിൽ തീരുമാനിക്കാം, അത്രയേ ഉള്ളൂ. ശരി, സാങ്കേതികമായിട്ട് ഞാൻ രാജിക്കത്ത് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള മിനിറ്റിൽ എടുക്കുന്ന തീരുമാനവും നിയമപ്രകാരമായിരിക്കും. ശരി, ഭരണഘടനാബാഹ്യമായ അധികാരം കേന്ദ്രമുണ്ട് ഈ സർക്കാരിൽ എന്നുള്ളത് വളരെ ഗുരുതരമായ ആരോപണമാണല്ലോ. അങ്ങ് KM എബ്രഹാമുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കിഫ്ബി ഈ ധനവകുപ്പിനും അപ്പുറത്തേക്കുള്ള ഒരു വലിയ സംവിധാനമായി പ്രവർത്തിക്കുന്നു എന്ന് അങ്ങ് പറയുമ്പോൾ അതിൽ അങ്ങേക്ക് കൃത്യമായ അഴിമതിയുമായി ബന്ധപ്പെട്ട സൂചനകൾ അങ്ങയുടെ പക്കലുണ്ടോ, അതോ അങ്ങയുടെ സംശയങ്ങളാണ്? ഇല്ല, ഇതെല്ലാം വളരെ വൈൽഡ് ഷോട്ട്സ് ആണ്. നിങ്ങൾക്ക് ചോദ്യത്തെപ്പറ്റി രൂപം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞത് സംസ്ഥാന ധനവകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കേണ്ട അവരുടെ സബ്ജക്റ്റിൽ വരുന്ന ഒരു വിഷയമാണ്, ഒരു ഫണ്ട് ബോർഡാണ് കിഫ്ബി. പക്ഷേ അതിൻ്റെ ധനകാര്യ ഇൻഫ്രാസ്ട്രക്ചർ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിട്ട് കൂടി പ്രവർത്തിക്കുന്ന എബ്രഹാം പലപ്പോഴും ധനവകുപ്പിൻ്റെ മാൻഡേറ്റ് കൂടി മറികടന്നുകൊണ്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതായിട്ടും ധനവകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻസ് കിഫ്ബിയുടെ പദ്ധതികളിൽ ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും, ആധാരമില്ലാതെ ഞാനൊന്നും പറയില്ല. കേരള ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത OS 1/23 എന്ന് പറയുന്ന 2023 എന്ന് പറയുന്ന ഒറിജിനൽ സൂട്ട് ഫയൽ ചെയ്യേണ്ടെന്നായിരുന്നു ധനകാര്യ വകുപ്പിൻ്റെ അഭിപ്രായം. അത് മറികടന്ന് ക്യാബിനറ്റ് കൊണ്ട് തീരുമാനമെടുപ്പിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ധനവിനിയോഗ നിയന്ത്രണങ്ങൾക്കെതിരെ കൊണ്ടുചെന്ന് ആർട്ടിക്കിൾ 293(4) ഫയൽ ചെയ്ത കേസ് എബ്രഹാം കിഫ്ബിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യിച്ചതാണ്. അതിന് വലിയ തിരിച്ചടി ഉണ്ടായി. ആ കേസ് വിജയിച്ചതുമില്ല, ഇൻ്ററിം ഓർഡർ ലഭിച്ചതുമില്ല. കേന്ദ്ര ധനകാര്യ വകുപ്പ് കേരളത്തെ അതിൻ്റെ പേരിൽ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ധനവകുപ്പിൻ്റെ നിയന്ത്രണത്തിനപ്പുറം കിഫ്ബി പ്രവർത്തിക്കുന്നതായിട്ട് അറിയാം. അക്കാര്യമാണ് സൂചിപ്പിച്ചത്. ഞാൻ അഴിമതിയിലേക്ക് അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്തില്ല. ഇതെല്ലാം കൂട്ടിക്കെട്ടുകയാണ്. എന്താണ് ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഈ സർക്കാരുമായി രണ്ടാണ്. ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാർ എല്ലാ ഘട്ടത്തിലും അവകാശപ്പെട്ടിരുന്ന ഒരു കാര്യം അഴിമതിയില്ലാത്ത സർക്കാരാണ്. മുൻ UDF സർക്കാരുകളെ വെച്ച് നോക്കുമ്പോൾ ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കാമോ എന്നുള്ളതാണ് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത്. അഴിമതി അറിയാൻ സെക്രട്ടേറിയറ്റിന്റെ വാതിലുകൾ കൊട്ടിയടച്ച് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ലാത്തൊരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റേത് വാർത്തകൾ പുറത്തേക്ക് വരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതില്ലാത്ത രീതിയിൽ അത് കൊട്ടിയടക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങേക്ക് അതിന്റെ സൂചനകൾ അല്ലെങ്കിൽ നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങളുണ്ട് എന്നാണോ കരുതേണ്ടത്? അല്ല, ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇന്ന് സംസാരിച്ച എവിടെയും ഞാനൊരു സ്പെസിഫിക് അഴിമതി അരങ്ങേറിയെന്ന് ഞാൻ ആരോപിച്ചിട്ടില്ല ഇന്നലെ വൈകിട്ട് തൊട്ട്. അതേസമയം ചില ക്രമക്കേടുകൾ അല്ലെങ്കിൽ ക്രമവിരുദ്ധമായിട്ട് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ക്രമപരമായി നടത്താവുന്ന കാര്യങ്ങളിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന ഉദാഹരണങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഒരു അമിതാധികാര പ്രയോഗത്തിൻ്റെ സൂചനകളായിട്ട് എടുക്കാം. അല്ലാതെ സ്പെസിഫിക് ആയിട്ടൊരു അഴിമതി ആരോപണം ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ ആരോപിച്ചിട്ടില്ല. അതേസമയം ഈ ക്രമക്കേടുകൾ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട പല ആസ്പെക്റ്റുകളും ഉണ്ട്. പ്രത്യേകിച്ച് കടമെടുക്കുന്ന നിരക്കുകൾ, കടമെടുത്ത ഫണ്ടുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച്
ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കിഫ്ബി അവരുടെ നിയമപ്രകാരമാണോ സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിലാണോ പ്രവർത്തിക്കുന്നതെന്ന് പരിശോധിക്കേണ്ട സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. വ്യക്തമായ ആധാരമോ തെളിവോ ഇല്ലാതെ ഈ ക്രമരാഹിത്യത്തിൽ നിന്നും ഒരു അഴിമതിയിലേക്ക് കുതിച്ചു കയറാനും മാത്രം അതിനേക്കാൾ എനിക്ക് പരിചയസമ്പന്നതയുണ്ട്. പരിശോധിക്കപ്പെടേണ്ട പല ആസ്പെക്ട്സും ഇതിനകത്തെല്ലാം ഉണ്ട്. അങ്ങീ പറഞ്ഞ വയനാട് അഴിമതി ഉണ്ടെന്നോ ഇല്ലെന്നോ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ എന്റെ മുന്നിൽ ഇപ്പോൾ ആവശ്യമായ ഡേറ്റയോ അല്ലെങ്കിൽ മറ്റു തെളിവുകളോ ഇല്ല. അതിലേക്ക് ഞാൻ അതുകൊണ്ട് കടക്കുന്നുമില്ല. ശരി, വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടും അങ്ങ് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. അങ്ങ് ആ വീടുകളുടെ എണ്ണത്തിൽ ഒരു പിഴവുണ്ടായിരുന്നു. 178 വീടുകളാണ്. പക്ഷേ അതിൽ 40 വീടുകൾ ഏറ്റവും ആദ്യം നൽകാൻ പോകുന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം 7 വീടുകളുടെ താക്കോലാണ് കൊടുത്തത്. അതിനിടയ്ക്ക് നടന്ന ചില പരിശോധനകളും കണ്ടു. അപ്പുറത്ത് മുസ്ലിം ലീഗ് 51 വീടുകൾ വളരെ വേഗം കൊടുക്കുന്നതെന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ വീടുകൾ ഈ പറയുന്ന ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത് ഏൽപ്പിച്ചവരുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് ചില സംശയങ്ങളുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇതിൽ വലിയ രീതിയിൽ പ്രാഗൽഭ്യമില്ലാത്തവരെയാണ് ഏൽപ്പിച്ചത് എന്ന അഭിപ്രായമാണോ? കാര്യങ്ങൾ എന്തോ അല്ലല്ല ഇതൊക്കെ നല്ല മലയാളമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഈ പറയുന്നതൊന്നും. ഞാൻ പറഞ്ഞത് എല്ലാ കൺസ്ട്രക്ഷനും ഒരു ഏജൻസി ചെയ്യുന്നതിന് പകരം പല ഏജൻസികൾ അറ്റംപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ഒന്നിലധികം ഏജൻസികൾ അറ്റംപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു വേള കുറേ കൂടെ ഫാസ്റ്ററായിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ തീർക്കാൻ സാധിച്ചേനെ. അതായിരുന്നു എൻ്റെ പോയിന്റ്. ഈ 178 300 വീടുകൾ നമുക്ക് പണി കഴിപ്പിക്കാം. പക്ഷേ പോയിന്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ആഗ്രഹിച്ചതുപോലെ വിഷുദിനത്തിൽ അതിൻ്റെ താക്കോൽദാനവും അവരുടെ താമസവും ആരംഭിക്കാനായിട്ട് കഴിഞ്ഞതായിട്ട് കാണുന്നില്ല. അതിൻ്റെ പേരിൽ കുറേ മാധ്യമ പരാമർശങ്ങളും കാര്യങ്ങളും വന്നു. ULCCയുടെ ഗവൺമെൻറ്റിലെ റോളിനെ കുറിച്ച് വന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് അത് ഒരുപക്ഷെ ULCCയെ ഉപയോഗിക്കാമായിരുന്നു, മറ്റ് ഏജൻസികളെ ഉപയോഗിക്കാമായിരുന്നു. അതായിരുന്നു ഒരുപക്ഷെ കുറച്ചുകൂടി നല്ലൊരു മാനേജീരിയൽ ഓപ്ഷൻ എന്നാണ് മറുപടി പറഞ്ഞത്. അതുകൊണ്ട് അപകടമൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ വീടുകൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന തോതിൽ അത് കൈമാറ്റം ചെയ്യാൻ പറ്റിയില്ല. ശരി, അതാണ് പിന്നെ കണ്ടത്. എക്സിറ്റ് പോൾ ഫലങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്നിരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ 10 തുടർഭരണം ഉണ്ടാകില്ല എന്ന് തന്നെ ഉറപ്പിക്കുകയാണ്. UDF അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ 2021 എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമായി പ്രവചിച്ച അല്ലെങ്കിൽ കൃത്യതയോട് ചേർന്ന് നിൽക്കുന്ന ഫലം പ്രവചിച്ച ടുഡേസ് ചാണക്യ ഇപ്പോൾ പറയുന്നത് തൂക്ക് സഭയായിരിക്കും എന്നുള്ളതാണ്. അതിനോട് അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അങ്ങ് അത് കണ്ടിരിക്കുന്നു എന്ന് കരുതിയാണ്. UDF 60 മുതൽ 78 വരെ സീറ്റുകൾ നേടുമെന്നും LDF 55 മുതൽ 73 വരെ നേടുമെന്നും NDA 3 മുതൽ 11 വരെ നേടുമെന്നാണ് പറയുന്നത്. അല്ല, അതിൽ വന്നിരിക്കുന്ന പ്രധാന വ്യത്യാസം NDAയുടെ സ്കോർ 11 വരെ സാധ്യതയുണ്ട് എന്ന് പ്രൊഡിക്റ്റ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ അവരുപയോഗിച്ചിരിക്കുന്ന സാമ്പിള് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ ആധികാരികത ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതാണ് അതിൽ കാണുന്നതായ വ്യത്യാസം. NDA നേടുന്ന അവരുടെ വോട്ട് പെർസെൻറ്റേജ് എത്രയാണ്? ഈ 11 സീറ്റ് എന്ന് പറയുന്നു. പക്ഷേ NDAയുടെ വോട്ട് പെർസെൻറ്റേജ് എത്രയാണ്? NDAയുടെ 20%, BJP 20% എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും. കാരണം ബാക്കി എല്ലാ സർവേകളും അവർക്ക് 14 മുതൽ 16% വരെ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ശിഷ്ടം വരുന്ന 6% വോട്ട് UDFിലേക്കും LDFിലേക്കും ആയിരിക്കും ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യം 20% വോട്ട് ഷെയർ NDA മുന്നണിക്ക് കേരളത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ? അച്ചീവ് ചെയ്യാൻ സാധിച്ചാൽ അതൊരു വലിയ നേട്ടമാണ്. കാരണം അവരുടെ ബെസ്റ്റ് ലോക്സഭാ ഇലക്ഷനിൽ 19% അവർ അച്ചീവ് ചെയ്തിട്ടുള്ളത്. മിസ്റ്റർ സുരേഷ് ഗോപി ജയിച്ച ആ തെരഞ്ഞെടുപ്പിൽ അതിനെ അതിജീവിച്ച് 1% കൂടി വോട്ട് നേടിയാൽ ടുഡേസ് ചാണക്യ സംഘത്തിലേക്ക് വരും. സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ കക്ഷി കൂടുതൽ വോട്ട് നേടുമ്പോൾ മറ്റ് 2 കക്ഷികളുടെയും മാർജിൻ താഴേക്ക് വരും. പക്ഷേ അതീ പറയുന്ന മാതിരി 2 സീറ്റിൽ വരുമോ 4 സീറ്റിൽ വരുമോ എന്നുള്ളത് നമുക്കിപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യാനൊന്നും സാധിക്കുകയില്ല. 25% പോയാൽ നെക്ക് ആൻഡ് നെക്ക് കണ്ടസ്റ്റിലേക്കും വരും. പക്ഷേ അത് കിട്ടുമോ എന്നുള്ളത് പിന്നെ കാണേണ്ട കാര്യമാണ്. കാരണം ബാക്കി എല്ലാ സർവേകളും ഏതാണ്ട് താരതമ്യം ചെയ്യാവുന്ന സാമ്പിളിൽ നിന്നും 14, 15, 16, 13 ആണ് പ്രിഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിലെ കാർഡിനലായിട്ടുള്ള വ്യത്യാസം. അത് വരുമോ വരില്ലയോ എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. അത് വരുന്ന സാഹചര്യത്തിൽ അത് നോക്കേണ്ട കാര്യമുള്ളൂ. പേഴ്സണലി സ്പീക്കിംഗ് അതിൻ്റെ സാധ്യത കുറവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ കാരണം ഇതാണ്, മറ്റൊന്നുമല്ല, ഈ വോട്ടെന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ ഔട്ട്പുട്ട് അല്ല. അത് ഒരു സാഹചര്യത്തിൽ സംഭവിക്കുന്നതാണ്. ഇവിടെ NDAയുടെ പ്രോസ്പെക്ട്സ് ഈ അസംബ്ലി ഇലക്ഷനിൽ വല്ലാതെ വർദ്ധിപ്പിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് അത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിന് വളരെയധികം വോട്ട് ഇപ്പോൾ കഴിഞ്ഞ പിന്നെ ഇലക്ഷൻസിൽ അവർക്ക് ഏറ്റവും അവസാനം കിട്ടിയിരിക്കുന്നത് 14%. അതിനു മുമ്പ് 12%. 14-ൽ നിന്നും 6% വോട്ടെന്ന് പറഞ്ഞാൽ 12 ലക്ഷം വോട്ടാണ്. 12 ലക്ഷം 13 ലക്ഷം വോട്ട് അട്രാക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഇലക്ട്രൽ വിഷയം ഇവിടെയുണ്ടോ? ലോക്സഭയിൽ 2 പ്രധാന കാര്യങ്ങളുണ്ട്. ശ്രീ സുരേഷ് ഗോപിയെ പോലെ കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്
പ്രധാനമന്ത്രി നേരിട്ട് നടത്തുന്ന ക്യാമ്പയിൻ, പിന്നെ ശ്രീ നരേന്ദ്രമോദിക്ക് കേരളത്തിൽ ഒരു ഫാൻ ബേസും കാര്യങ്ങളും ഉണ്ട്. ആ ഡ്രൈവേഴ്സ് ഈ ഇലക്ഷനിൽ ഉണ്ടോ? കാരണം തെരഞ്ഞെടുപ്പ് നടന്ന് ഗവൺമെൻറ് ഫോം ചെയ്യുമെന്ന് രൂപമില്ല. ഇനി അങ്ങനെ കരിസ്മാറ്റിക് കാൻഡിഡേറ്റ്സ് നിരവധി പേര് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ 12 ലക്ഷം വോട്ട്. 12 ലക്ഷം വോട്ട് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ. 20 കീ സീറ്റ്സിൽ എടുത്തു കഴിഞ്ഞാലും അതിൽ എത്ര വോട്ട് വീതം ഒരു മണ്ഡലത്തിൽ പിടിക്കണം. അപ്പോൾ അത് ചിന്തിച്ച് നോക്കിയാൽ അത് പ്രാക്ടിക്കലാണോ? ചിലപ്പോൾ ആയിരിക്കും, നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അത് നമുക്ക് 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ അറിയാം. നെക്ക് ടു നെക്ക് റേസ് ആണോ, നല്ല മാർജിനുള്ള റേസ് ആണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ശരി, ഡോക്ടർ ജി ഗോപകുമാർ, അങ്ങ് എങ്ങനെ കാണുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന ടുഡേസ് ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലങ്ങളെ? കാരണം ഇന്നലെ വന്ന ഫലങ്ങൾ പ്രകാരമാണെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന പ്രതികരണത്തിലേക്ക് CPM എത്തിയത് അങ്ങ് കണ്ടിരിക്കുമല്ലോ. ഇന്നിപ്പോൾ അതിനോട് എക്സിറ്റ് പോൾ ഫലങ്ങളോടുള്ള പ്രതികരണങ്ങൾ UDF-ൻ്റേത് ആത്മവിശ്വാസത്തിൻ്റെതായിരുന്നു. LDF ആകട്ടെ അത് പൂർണ്ണമായി അംഗീകരിക്കാതെ തന്നെ ഭരണവിരുദ്ധ വികാരമില്ല എന്നൊരു പ്രതികരണം നടത്തുകയും ചെയ്തു. നിങ്ങൾ ഇവിടെ ഈ ഡേറ്റ കാണിക്കുന്നത് പോലെ സംഭവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ത്രിശങ്കു സഭയായിരിക്കും വരുന്നത്. ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഡേറ്റ കാണിച്ചിരിക്കുന്ന പ്രകാരം 11 സീറ്റല്ല 10 സീറ്റോ 8 സീറ്റോ കിട്ടിയാൽ തന്നെ, NDAക്ക് കിട്ടിയാൽ തന്നെ തീർച്ചയായിട്ടും മറ്റ് 2 മുന്നണികൾക്കും 70 എത്താൻ പറ്റില്ല എന്നാണ് അതിന്റെ സന്ദേശം. ഇവിടെ ഡോക്ടർ അശോക് അവസാനം പറഞ്ഞ പോയിന്റിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മോദി ഫാക്ടറാണ് വളരെയധികം കേന്ദ്രത്തിലെ ഭരണത്തിനെ പിന്തുണയ്ക്കുന്ന ശക്തമായൊരു വിഭാഗം കേരളത്തിലുണ്ട്. അവർ നൽകിയ വോട്ടാണ് ഏതാണ്ട് 38 ലക്ഷം വോട്ടോളം ലോക്സഭയിൽ NDAക്ക് ലഭിച്ചത്. പഞ്ചായത്തിലേക്ക് വന്നപ്പോൾ വളരെ കുറയുകയുണ്ടായത്. അതിന് അസംബ്ലിയിൽ വരുമ്പോൾ പഞ്ചായത്തും അസംബ്ലിയും തമ്മിൽ ബന്ധമുണ്ട്. തീർച്ചയായിട്ടും പഞ്ചായത്തിനേക്കാൾ കൂടും. എന്റെ എസ്റ്റിമേറ്റ് 18%. NDAയുടെ എന്റെ എസ്റ്റിമേറ്റ് 18%. മാക്സിമം 3 to 5 സീറ്റ്സ് 5 സീറ്റുകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് കാരണം അതിന്റെ അസസ്മെന്റ് എടുത്തിരിക്കുന്നത് ഇത്തവണ ട്രയാങ്കുലർ ഫൈറ്റ് ഉള്ളപ്പോൾ തന്നെ ക്രോസ് വോട്ടിംഗ് നടത്താനുള്ള സാധ്യതയില്ലാത്തത് കൊണ്ട് LDF UDF-നും കൊടുക്കില്ല, UDF LDF-നും കൊടുക്കില്ല. അത് 2 പേർക്ക് റിസ്ക് ആയതുകൊണ്ട് അവരവരുടെ സീറ്റുകൾ മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ 3ാം മുന്നണി കൊണ്ടുപോകുന്ന വോട്ടുകൾ അത് UDF-നെയും ദോഷം ചെയ്യും ചില ദിക്കുകളിൽ, LDF-നെയും ദോഷം ചെയ്യും മറ്റു ചില ദിക്കുകളിൽ. അതുകൊണ്ട് 2 കൂട്ടർക്കും ഹാനികരമായി നിൽക്കുമ്പോഴും BJPയുടെ ശക്തി വളരുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും അസംബ്ലിയിൽ പ്രാതിനിധ്യമില്ലാത്തൊരു പാർട്ടി എന്നുള്ള നിലയിൽ 3 തൊട്ട് 5 സീറ്റ് വരെ കിട്ടുകയും ഒരു മാക്സിമം 17-18% വോട്ട് NDA അലയൻസിന് കിട്ടിയാൽ 3ാം മുന്നണിയുടെ ക്രെഡിബിലിറ്റി വർദ്ധിച്ചു. അതിനുള്ള ശ്രമങ്ങൾ അവർ യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിലുണ്ടോ ഡോക്ടർ ജി ഗോപകുമാർ? ഇപ്പോൾ ഹിന്ദു വോട്ടുകൾ മാത്രം പോരാ എന്നതുകൊണ്ടാണല്ലോ ക്രിസ്ത്യൻ വോട്ടുകൾ നേടാനുള്ള ശ്രമങ്ങൾ BJP നടത്തിയിട്ടുള്ളത്. BJPയിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കളായി ക്രിസ്ത്യൻ വിഭാഗത്തിനുള്ള പ്രതിനിധികൾ കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷമാണല്ലോ ഈ FCRA ഭേദഗതി വരുന്നത്. അതുണ്ടാക്കിയ തിരിച്ചടി ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ? ഇനിയിപ്പോൾ UDF, കോൺഗ്രസ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങളിലേക്ക് കടന്ന് കയറാൻ നടത്തിയ ശ്രമങ്ങൾ, ബോധപൂർവം നടത്തിയ ശ്രമങ്ങളും ഈ തെരഞ്ഞെടുപ്പ് മുമ്പ് നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അത് UDF-ന് ഗുണം ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസം അവരെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ BJPയെ സംബന്ധിച്ച് അവസാന നിമിഷമാണ് ഈ FCRA ഭേദഗതി വരുന്നത്. അവർക്ക് പല ചോദ്യങ്ങൾക്കും മറുപടി പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ക്രൈസ്തവ വോട്ടുകൾ കാര്യമായിട്ട് ഇത്തവണ NDA BJP സഖ്യത്തിന് വരുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ്? ഇടതുപക്ഷത്തിന് നഷ്ടമാകുന്നത് OBC ഈഴവ വോട്ടുകൾ BJP NDA അലയൻസിലേക്ക് പോകുന്നതാണ് പ്രശ്നം. അത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പോയി, പഞ്ചായത്തിൽ വന്നില്ല. പക്ഷെ ഇത്തവണ അത് വീണ്ടും OBC വോട്ടുകളിലേക്ക് BJP കോൺസെൻട്രേറ്റ് ചെയ്തു. ക്രിസ്ത്യൻ വോട്ട്സ് കിട്ടുന്നത് ഒരു അഡീഷണൽ ബോണസാണ്. പക്ഷേ ഹിന്ദു വോട്ടുകൾ കൊണ്ട് കേരളത്തിൽ വിജയിക്കാൻ പറ്റില്ല എന്ന് ജനസംഖ്യ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബേസിനകത്തൊരു ശക്തമായൊരു ഹിന്ദു ഫാക്ടറുണ്ട്. അതിലേക്ക് BJP കടന്നു കയറുന്നത്, പ്രത്യേകിച്ച് ഇപ്പം നമുക്കറിയാം വളരെ വ്യക്തമായിട്ട് കോർപ്പറേഷൻ ഇലക്ഷനിൽ പോലും കൊല്ലത്ത് അതിന്റെ തിരിച്ചടി ലെഫ്റ്റിനുണ്ടായിട്ടുണ്ട്. അത് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിലും തീർച്ചയായിട്ടും തിരുവനന്തപുരം, കൊല്ലം പോലുള്ള ജില്ലകളിലൊക്കെ OBC വോട്ടുകളിലേക്ക് BJP ശക്തമായി കടന്നു കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ BJPയുടെ വോട്ട് ശതമാനം ഒരുപക്ഷെ 16-ലൊക്കെ നിൽക്കും. പക്ഷേ ചിലപ്പോൾ സീറ്റുകൾ 3 തൊട്ട് 5 വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇത്തവണ BJP NDA അലയൻസ് എടുത്തത്. പക്ഷേ മറുവശത്ത്
നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ന്യൂനപക്ഷ ഏകോപനം ശക്തമായിട്ട് വന്നു. ഭരണവിരുദ്ധ വികാരത്തിന്റെ ലയൺ ഷെയർ കൊണ്ടുപോകുന്നത് UDF ആണ്. ഒരു ചെറിയ പങ്കേ BJPക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തുല്യമായി വീതിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് ഇടതുപക്ഷ മുന്നണിക്ക് ഗുണം ചെയ്തേനെ. അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു ചെറിയ പങ്ക് BJP കൊണ്ടുപോകുമ്പോൾ BJPക്ക് വളർച്ചയുണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 3 തൊട്ട് 5 സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ അത് BJPയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. പക്ഷെ അതുകൊണ്ട് UDFന്റെ ഭൂരിപക്ഷം കുറയുന്നില്ല. ഇവർ ചൂണ്ടിക്കാണിച്ച അവരുടെ ഡേറ്റ ഡോക്ടർ അശോക് ചൂണ്ടിക്കാണിച്ച പോലെ സാമ്പിൾ നമുക്കറിയില്ല. അവർ ഈ കണ്ട കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇപ്പോൾ ഉദാഹരണമായിട്ട് കേരളം ഒട്ടുക്ക് അവർ കണ്ടോ, അതോ ഏതെങ്കിലും ചില മണ്ഡലങ്ങളിൽ മാത്രമാണോ, സാമ്പിളിന്റെ സൈസ് എത്രയാണ്, ഏത് സമയത്താണ് കണ്ടത്, ഒരു ദിവസം രാവിലെ എക്സിറ്റ് പോൾ ചെയ്യുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഡേറ്റ കളക്ട് ചെയ്തു. നിങ്ങൾ ഈ ഡേറ്റ ആവശ്യപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിന് മെത്തഡോളജിയും കൂടി ആവശ്യപ്പെടണം. ഒരു ചെറിയ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. എക്സിറ്റ് പോളിന് നിൽക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റർ രാവിലെ അയാൾക്ക് വേണ്ടത് 50 പേരാണ് ആ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് സങ്കല്പിക്കുക. 1500 വോട്ടുള്ളിടത്തുനിന്ന് 50 വോട്ട് അയാൾക്ക് വേണം. അയാളുടെ ടാർഗറ്റ് 50 ആണ്. മെത്തഡോളജിക്കലി ഈ 50 വോട്ട് വരേണ്ടത് രാവിലെ 7 മണിക്കും 5 മണിക്കും 6 മണിക്കും ഇടയ്ക്കാണ്. അതിനു പകരം ആദ്യത്തെ 2 മണിക്കൂറിൽ നിന്ന് 50 ടാർഗറ്റ് വാങ്ങിച്ചിട്ട് ഇൻവെസ്റ്റിഗേറ്റർ പോയാൽ ആ കണക്ക് തെറ്റും. സിമ്പിൾ കോമൺ സെൻസ് ആണ് സാമ്പിളിങ്ങിന്റെ കാര്യത്തിൽ. അപ്പോൾ സർവേകളൊക്കെ കുറെ ചെയ്തുകൊണ്ട് എക്സിറ്റ് പോളും എനിക്ക് നന്നായിട്ട് അറിയാം. കുട്ടികളിൽ നിന്നുണ്ടാകുന്ന പ്രോബ്ലംസ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ആരാണ് സർവേക്ക് പോയത്, അവർ വിചാരിച്ച രീതിയിലുള്ള ആൾക്കാർ വോട്ടിങ്ങിന്റെ രീതിയിൽ തുറന്നു പറയാൻ മനസ്സ് കാണിച്ചോ, അത് എക്സ്പ്ലോർ ചെയ്തോ, അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അവർ പറഞ്ഞിരിക്കുന്നതിനെ ബ്ലൈൻഡായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഇന്റർപ്രിറ്റേഷനിലേക്ക് പോവുകയാണ്. 2021 തെരഞ്ഞെടുപ്പിൽ അന്തിമ ഫലത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫലം പ്രഖ്യാപിച്ചത് ഇവരാണ് എന്നതുകൊണ്ടാണ് അവരുടേത് ഒരു ദിവസം വൈകി വന്നിരിക്കുന്ന ഈ ഫലത്തിൽ ഒരു സംശയം ഉയരുന്നത്. ആയിക്കോട്ടെ, ആയിക്കോട്ടെ, അവർക്ക് ക്രെഡിബിലിറ്റി. ഈ ഏജൻസികളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇവർക്കെതിരെ ഒരു ചോദ്യം ഡോക്ടർ ഗോപകുമാർ അനുവദിക്കുമെങ്കിൽ 20% വോട്ട് NDAക്ക്, UDFന്റെ LDFന്റെ വോട്ട് പെർസെന്റേജ് എത്രയാണ് അവർ അസസ് ചെയ്തിരിക്കുന്നത്? അവരുടെ UDFന്റെ 40%, LDFന്റെ 38%. അത് ഒരിക്കലും സാധ്യമല്ലല്ലോ. അത് 38 അല്ല, അത് കാരണം നമ്മൾ അതിന്റെ ഡ്രൈവേഴ്സ് കൂടെ പഠിക്കണ്ടേ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അതായത് പഞ്ചായത്ത് ഇലക്ഷനിലെ വോട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് 5.3%. അത് 2% റെഡ്യൂസ് ചെയ്തെന്നാണോ അതോ 4% റെഡ്യൂസ് ചെയ്തെന്നാണോ അറിയില്ല. നമുക്ക് വ്യത്യാസം എത്രയാണ്? 40-38. 38 UDFന്റെ എത്രയാ പറഞ്ഞു? UDFന് 40. BJPക്ക് 20. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ മൊത്തം എത്രയായി? മൊത്തം എത്ര? അല്ല, അപ്പൊ മൊത്തം എത്രയായി? മൊത്തം കൂട്ടി നോക്കുക. അപ്പൊ അവിടെ പിന്നെ അതേഴ്സിന്റെ പറഞ്ഞിട്ടില്ല. 98. അപ്പൊ 2% അതേഴ്സിന്റെ കൃത്യമായിട്ട് അറിയുന്നില്ല. ഇല്ല, തന്നിട്ടില്ല. 2% അതെ, 20% തേർഡ് പാർട്ടിക്ക് പോയി കഴിഞ്ഞാലും 3 to 4% ഡിഫറൻഷ്യൽ വരേണ്ടതാണ്. ഇനി അവർക്ക് 2% കിട്ടിയെങ്കിൽ അത് പറയുന്നതിൽ കുഴപ്പമില്ല. അതായത് ഇതിലെല്ലാം വരുന്നൊരു പ്രശ്നം, ഞാൻ മറ്റ് പാനലിസ്റ്റുണ്ട്, ഞാൻ ഒഴിവായേക്കാം, പറയുന്ന ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അതായത് ഇതെല്ലാം തന്നെ ഇവർ പറ്റുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവർ 1000, 2000, 3000 പേരെ കണ്ട് ചോദിച്ചു ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്തത്. ആൻസർ ഇസ് കറക്റ്റ്. സ്റ്റാറ്റിസ്റ്റിക്കലി യു ഹാവ് കളക്റ്റഡ് എ സാമ്പിൾ. അത് കറക്റ്റ് ആയിരുന്നോട്ടെ. പക്ഷേ ഈ വോട്ടിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതികരണത്തിൽ നിന്ന് മാത്രമല്ല, വി ഹാവ് ടു റിലേറ്റ് ഇറ്റ് ടു ദ സർക്കംസ്റ്റൻസ്. അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം 14% NDAക്കും 38% UDFനും 33.4% LDFനും നിൽക്കുന്നതാണ് നമ്മുടെ ലെഗസി സർക്കംസ്റ്റൻസ്. ദാറ്റ് ഈസ് ദ പഞ്ചായത്ത് ഇലക്ഷൻ. അപ്പോൾ അതിൽ നിന്നും നിങ്ങളിപ്പോൾ പറയുന്ന സംഗതി LDF 33-ൽ നിന്നും 38-ലേക്ക് അസംബ്ലിയിൽ വളർന്നു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് പോസിബിൾ. അത് 38-ലേക്ക് വളരുകയാണെന്നുള്ളതാണ്. പക്ഷേ UDF പഞ്ചായത്തിൽ ലഭിച്ച വോട്ട് 38 ആയിരുന്നതുകൊണ്ട് അത് 42-ൽ വളർന്നു എന്നല്ലേ പറഞ്ഞത്, 42-ലേക്ക് 4% അതിൽ നിന്ന് വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വാസയോഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഗ്രോത്ത് അതിൽ കൂടുതൽ വരേണ്ടതാണ്. കാരണം വേറൊന്നുമല്ല, കാരണം
40. അപ്പോൾ ഈ സർവേ തെറ്റാണെന്ന് നമുക്ക് കൂടുതലൊന്നും ആലോചിക്കാതെ നമുക്ക് നിശ്ചയമായിട്ടും പറയാം. കാരണം അവരുടെ ലെഗസി പെർസെൻറ്റേജ് 38%. ഈ 38, 33 ആക്ച്വലി വൺ ഓഫ് ദ ലോവസ്റ്റ് പോളിംഗ് പെർസെൻറ്റേജസ് ആണ് പഞ്ചായത്ത് ഇലക്ഷനിൽ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 2020 അടക്കമുള്ള ആളുകൾ 15% വോട്ട് അവിടെ പിടിച്ചിരുന്നു. NDA 14% പിടിച്ചിരുന്നു. അത് മൊത്തത്തിൽ മാച്ചുകൊണ്ട് ഒരു പുതിയ ചിത്രമല്ല എമർജ് ചെയ്യുക. കാരണം അതിൽ വോട്ട് ചെയ്ത വോട്ടേഴ്സ് തന്നെയാണ് അസംബ്ലി ഇലക്ഷനിലേക്ക് വന്ന് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം 38-ൽ നിന്ന് 40-ലേക്ക് മാത്രമേ UDF വളർന്നു എന്നാണ് പറയുന്നതെങ്കിൽ അത് വിശ്വാസയോഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ UDF-ന് വലിയ തിരിച്ചടിയാണ് ഈ സർവേ അനുസരിച്ച് സംഭവിച്ചിരിക്കുന്നത്. ശരി, ശ്രീ എം ജയേന്ദ്രൻ, ഇന്നലെ വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ വിശ്വസിക്കുന്നില്ല, അതൊന്നും ശരിയല്ല എന്നാണ് CPM-ന്റെ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ന് വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലത്തോട് എന്താണ് CPM-ന്റെ നിലപാട്? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം ഹലോ കേൾക്കാം ഹലോ കേൾക്കാം ശ്രീ ജയേന്ദ്രൻ. അതെ അതെ, ഇപ്പൊ ഇവിടെ ചില കണക്കുകൾ പറഞ്ഞല്ലോ. പിന്നെ ഗോവ സാറും ശ്രീ B. അശോകും ചില കണക്കുകൾ അവതരിപ്പിച്ചല്ലോ ഇവിടെ. എനിക്കും ഒരു കണക്ക് ആണ് അങ്ങോട്ട് പറയാനുള്ളത്. അത് മൊത്തം പോൾ ചെയ്ത വോട്ടുകൾ എത്ര ഈ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അത് ഞാൻ ഈ പറയുന്നത് സർവീസ് വോട്ടുകൾ ഉൾപ്പെടെയാണ്. സീനിയേഴ്സിൻ്റെ വോട്ട് വീട്ടിൽ ചെന്ന് ജയിച്ചത് ഉൾപ്പെടെയുള്ള കണക്കാണ് പറയുന്നത്. അത് 2,16,12,135. പിന്നെ സ്ത്രീകൾ 1,13,3410. അതിൽ പുരുഷന്മാർ 99,40,379. ട്രാൻസ്ജെൻഡേഴ്സ് 153. അപ്പോൾ ഈ 4 ലക്ഷത്തോളം വോട്ട് മറ്റേത് വരുന്നുണ്ട്. സർവീസ് വോട്ടർ ഞാൻ പറഞ്ഞ ആ വിഭാഗത്തിൽ വരുന്നുണ്ട് 4 ലക്ഷത്തോളം വോട്ട്. ബാക്കി എല്ലാം നോക്കിയാൽ അവരെ ഒഴിവാക്കി നോക്കിയാൽ 12 ലക്ഷത്തി സംതിങ് ആണ്. അപ്പോൾ ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ ഇപ്പം ടുഡേസ് ചാണക്യല്ല, പൊതുവിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നതല്ല ഫോളോ ചെയ്യുന്നത് ആക്സിസിൻ്റെ ആണല്ലോ. അത് വെച്ച് തന്നെ നോക്കാം. ആക്സിസ് പറഞ്ഞിരിക്കുന്നത് അവരുടെ പ്രഡിക്ഷനിൽ വന്നിരിക്കുന്നത് 44% പേർ UDF-നെ പിന്തുണയ്ക്കുന്നു എന്നാണ് അവർ ഇന്നലെ തന്നിട്ടുള്ള കണക്കിൽ പറയുന്നത്. അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കൂ. പക്ഷേ അതിനെ വോട്ട് ഷെയർ ആക്കി ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ കിട്ടുന്നത് 95,09,339 പേർ UDF-നെ പിന്തുണയ്ക്കുന്നു. ശ്രദ്ധിക്കണം, ഈ വോട്ട് ചെയ്തവർ 95,09,339 പേർ. അത് പിന്നെ LDF-ന് അവർ കൊടുത്തിരിക്കുന്ന ഷെയർ 39% ആണ്. UDF-ന് 44 ആണെങ്കിൽ LDF-ന് 39 ഉള്ളൂ. അതും നമുക്ക് ഈ വോട്ട് ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്താൽ കിട്ടുന്നത് 84,28,732 അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം എന്ന് പറയുന്നത് 10,80,607, ഏതാണ്ട് 11 ലക്ഷം ഡിഫറൻസ് ആണ് ഇതിൽ തന്നെ പ്രകടമായി കാണുന്നത്. ഏറ്റവും കൂടുതൽ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് ആക്സിസിൻ്റെ തന്നെ എടുത്തത്. ടുഡേസ് ചാണക്യ മാറ്റി വെക്കുന്നു. അപ്പോൾ അതിൽ തന്നെ വരുന്നത് ഈ 11 ലക്ഷം വോട്ട് കൂടുതലായി ഈ കഴിഞ്ഞ ഇന്നലെ ഡോക്ടർ B. അശോക് ഏഷ്യാനെറ്റിൽ പറഞ്ഞത് 117 ദിവസത്തിൻ്റെ കണക്ക് പറഞ്ഞല്ലോ പഞ്ചായത്ത് ഇലക്ഷന് ശേഷമുള്ളത്. അപ്പോൾ ആ 117 ദിവസം തന്നെ എടുത്താൽ ഇത്രയും ദിവസം കൊണ്ട് ഇത്രയും വലിയ വോട്ട് വർധന UDF-ന് നേടി എന്ന് നമ്മൾ അംഗീകരിക്കണം. ഓക്കെ, അതും ആയിക്കോട്ടെ. അപ്പോൾ പിന്നെ അന്ന് UDF-ന് ലഭിച്ചത് എത്രയായിരുന്നു എന്നോട് നോക്കണമല്ലോ. ഈ 117 ദിവസം മുൻപ് 117 ദിവസം മുമ്പ് പഞ്ചായത്ത് ഇലക്ഷന് UDF-ന് ലഭിച്ചത് പിന്നെ 86,47,908 വോട്ടാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ രേഖയാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. LDF എന്ന് ലഭിച്ചത് 81,60,381 വോട്ടുകളുമാണ്. അതിൽ മട്ടന്നൂർ നഗരസഭ ഒഴിവാക്കിയാണ് ഈ കണക്കുള്ളത്. അതായത് പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ LDF UDF വോട്ട് വ്യത്യാസം അന്ന് ഈ പറയുന്ന ഇത്രയും ദിവസങ്ങൾക്ക് മുൻപ് പിന്നെ 4,87,527 വോട്ടാണ്. 5 ലക്ഷം തികയുന്നില്ല വ്യത്യാസം. ഇതിൽ പിന്നെ ഇതും കടന്ന് അല്ല, കണക്കൊന്നുകൂടെ വോട്ടുകളും കൂടെ തെറ്റാണ്. ഏത് ഭാഗത്താണ് തെറ്റുന്നത്? ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഈ പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞുതരാം. 2,12,00,000 ചില്ലുവാനം വോട്ടർമാരാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. രണ്ട് മുന്നണികളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 38-33. ആ ഡെസിമൽസ് വിട്ടേക്കുക 5% എന്ന് പറഞ്ഞാൽ 10 ലക്ഷം വോട്ടിന്റെ വ്യത്യാസം തന്നെയാണ്. ഏകദേശം 10 ചില്ലറ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്.
ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ആക്സിസിൻ്റെതും ഏകദേശം 10 ചില്ലറ തന്നെയാണ്. അതായത് പഞ്ചായത്തിലെ ഡിഫറൻസ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. മോർ ഓർ ലെസ് 5 to 6% ഡിഫറൻസ് എന്ന് തന്നെയാണ് വ്യത്യാസം. അതിനകത്ത് ഒരു അപാകതയും കാണുന്നില്ല. 6% വോട്ട് എന്ന് പറഞ്ഞാൽ 12 ലക്ഷം ഞാൻ പറഞ്ഞത് അതല്ല, ഞാൻ പറഞ്ഞത് അവിടെയും വ്യത്യാസം 5%, 5.5%. അല്ല, 5 പോയിന്റ് സംതിങ് ആണെന്നുള്ളത് താങ്കൾ തന്നെ മുമ്പ് പറഞ്ഞല്ലോ. അല്ല, പഞ്ചായത്ത് ഇലക്ഷനിൽ LDF UDF വ്യത്യാസം 5 പോയിന്റ് സംതിങ് ആണെന്ന് താങ്കൾ തന്നെ ഈ ചർച്ചയിൽ അല്പം മുമ്പ് പറഞ്ഞില്ലേ? ഇല്ലേ? എന്നാണ് ഞാൻ പറയുന്നത്. അധികം നേരെ വോട്ട് ഇപ്പോഴും 10,80,000. അതെ, ഈ അല്ല അതായത് അവിടെ വരുന്ന വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. അതായത് അവിടെ ഉണ്ടായിരുന്ന ഞാൻ പറഞ്ഞുതരാം. അവിടെ 15% വോട്ട് 2020 അതേഴ്സുമാണ്. ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരുപാട് ഇൻഡിപെൻഡൻസും ലോക്കൽ ഗ്രൂപ്പും ഒക്കെ മത്സരിക്കും. ആ 14% 2020 NDAയിലേക്ക് വന്നു. അപ്പൊ അത് NDAയിൽ ആഡ് ചെയ്യുകയും ഈ ഇൻഡിപെൻഡന്റ് അപ്പൊ അതാണ് വന്നിരിക്കുന്ന വ്യത്യാസം. അത്രേ ഉള്ളൂ. ഇത് ഈ പറഞ്ഞ 2 കണക്കും അനുസരിച്ച് നമ്മൾ 5% വോട്ട് ഡിഫറൻസിലാണെന്ന് മാത്രമേ തെളിയുള്ളൂ. 10-നും 11 ലക്ഷം വോട്ടിന്റെ വ്യത്യാസം 2 മുന്നണികളും തമ്മിലുണ്ട്. അതാണ്. ശരി, അങ്ങയുടെ പോയിന്റിലേക്ക് വരൂ ശ്രീജേന്ദ്രൻ. അല്ല, ഞാൻ പറഞ്ഞത് കണക്കുകൾ വെച്ചുള്ള കളിയിലേക്കല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ അവതരിപ്പിച്ച കണക്കിന്റെ എനിക്ക് കിട്ടിയ മറ്റൊരു കണക്ക് കിട്ടുന്നത് കൃത്യമായും ഗവൺമെന്റ് സോഴ്സിൽ നിന്നാണല്ലോ കിട്ടുന്നത്. ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന്, ഗവൺമെന്റ് സോഴ്സ് അല്ല, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ അതാണല്ലോ നമ്മൾ രണ്ടിനും ആധാരമാക്കുന്നത്. ഞാനത് അവതരിപ്പിച്ചു എന്ന് മാത്രം. മറ്റൊരു കാര്യം സ്മൃതി ചൂണ്ടിക്കാണിക്കാനുള്ളത്, പൊതുവിൽ പരിഗണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു പലരും, പ്രത്യേകിച്ചും സെഫോളജിസ്റ്റുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സിറ്റ് പോൾ നടത്തിയവരോ പരിഗണിക്കാതെ പോയി എന്ന് എനിക്ക് തോന്നുന്നൊരു വിഷയമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലെല്ലാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ, അതിന് മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗൾഫ് മലയാളികളുള്ളത് പാലക്കാടില്ല, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, ഈ 4 ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഗൾഫ് മലയാളികളുള്ള സ്ഥലം. അവിടെ നമ്മൾ സാധാരണയായി ഇലക്ഷൻ സമയങ്ങളിൽ കാണുന്നതാണ് UDFന്റെ വോട്ടർമാർ, പ്രത്യേകിച്ച് ലീഗിന്റെ KMCയുടെ നേതൃത്വത്തിൽ അവർക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുന്നൊരു പ്രവണത. ഇത്തവണ സാധിക്കാതെ പോയത് സാഹചര്യത്തിൽ അവർക്ക് ഇങ്ങോട്ട് വന്നാൽ തിരിച്ചു പോകാൻ കഴിയുന്നുള്ള ഉറപ്പില്ല, ജോലി അവിടെ ഉണ്ടാവുന്ന അല്ല, അത് കാരണം വന്നില്ല. അങ്ങനെ വരാത്തവരെത്ര എന്നുള്ളത് കണക്കൊക്കെ എടുക്കേണ്ട വിഷയമാണ്. മറ്റൊന്ന്, പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ഞാൻ ആ ഭാഗം മാത്രം ഒന്ന് പ്രത്യേകം നോക്കിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ നോക്കിയ പലയിടത്തും ഒരു ബൂത്തിൽ 1000 പേരുള്ള ബൂത്ത് എന്നുള്ളതാണ് ഞാൻ അതിനൊരു അടിസ്ഥാനമാക്കി എടുത്തത്. 1000 പേരുള്ള ബൂത്തിൽ ചിലയിടങ്ങളിൽ 50 പേര് വോട്ട് ചെയ്യാതെ പോയിട്ടുണ്ട്, കൃത്യമായി ചെയ്യുന്ന വോട്ടുകൾ UDFന് ചെയ്യുന്നത്. ചിലയിടത്ത് അത് 120 വരെ ആയിട്ടുണ്ട്, അങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ഈ ഇലക്ഷനിൽ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഇലക്ഷനിൽ ഏറ്റവും അധികം പ്രവർത്തിച്ചത് ആരാണ്? ഏറ്റവും അധികം പ്രവർത്തിച്ചതായിട്ട് എനിക്ക് നല്ല വിശ്വാസമുള്ളത്, ഞാൻ ബോധ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് ഏറ്റവും നന്നായി ഇലക്ഷനിയറിംഗ് നടത്തിയത്. അത്ര മനോഹരമായി തന്നെ അവർ വീടാന്തരം കയറി 1 പ്രാവശ്യമല്ല 3 പ്രാവശ്യം കയറി ആൾക്കാരെ വോട്ട് ചെയ്യാൻ പർപ്പസ്ലി പ്രേരിപ്പിച്ച് തന്നെ കൊണ്ടുപോയി വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം ഇതാണ്, മറുഭാഗത്ത് ഈ ഇത്രയും വോട്ടർമാർ വരാനില്ലാത്തപ്പോൾ മാക്സിമം നമുക്ക് കിട്ടാനുള്ള വോട്ട് ചെയ്യിപ്പിക്കണം. അതൊരു സംഗതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഈ പറയുന്ന 4 ജില്ലകളിൽ മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ എങ്ങനെയാണ് അത് റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു പ്രശ്നമാണ്. അത് ഈ വോട്ട് ഷെയറിനെയും സീറ്റ് ഷെയറിനെയും ബാധിക്കുന്നത് നമുക്ക് 4-ാം തീയതി മാത്രമേ അറിയാൻ കഴിയൂ. അപ്പൊ അതുകൂടെ ഉൾപ്പെടെ LDFന് വോട്ട് LDFന് ഒറ്റ മിനിറ്റ് കൊണ്ട് നിർത്താം. LDFന് വോട്ട് കുറയും എന്ന് ഞാൻ കരുതിയ ആളാണ്. വോട്ടല്ല, സീറ്റ് കുറയും എന്ന് കരുതിയ ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഈ ഒരു തോൽവി അനുഭവിക്കേണ്ട തരത്തിലേക്ക് ആ സീറ്റ് കുറയും എന്ന് ഞാൻ ഇപ്പോഴും കരുതാത്ത ആളുമാണ്. രണ്ടും ഉണ്ട് കേട്ടോ, സീറ്റ് കുറയും പക്ഷേ അത് തോൽവിയിലേക്ക് നയിക്കും എന്ന് കരുതാത്ത ആളുമാണ്. ശരി, ശ്രീ ഷിബു മീരാൻ, ഇപ്പോൾ വന്നിരിക്കുന്ന വിശകലനങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? കാരണം എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും UDF അധികാരത്തിലെത്തും എന്ന് പറയുന്നു, തുടർഭരണം ഉണ്ടാകില്ല എന്ന് പറയുന്നു, ഇന്ന് വന്നത് തൂക്കുസഭയായിരിക്കുമെന്ന് പറയുകയുമാണ്. ഇത് കോൺഗ്രസ് നേതാക്കളുടെയും ലീഗ് നേതാക്കളുടെയും പ്രതികരണം വരുമ്പോൾ ലീഗ് ഒരു പടി കൂടി കടന്ന് ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്ന പ്രതികരണത്തിലേക്ക് വരെ എത്തി. അതിനുശേഷമുണ്ടായ തുടർ പ്രതികരണങ്ങളും അങ്ങ് കണ്ടതാണല്ലോ.
അപ്പോൾ എങ്ങനെയാണ് അങ്ങ് പ്രതികരിക്കുന്നത്? ആത്മവിശ്വാസം എത്രത്തോളമാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്? ഞങ്ങളുടെ ആത്മവിശ്വാസം സ്മൃതി ഒരു നിലക്കും ഏതെങ്കിലും ഒരു എക്സിറ്റ് പോളിൽ കേന്ദ്രീകരിച്ചല്ല. ഞങ്ങളത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നില്ല. ഇപ്പോൾ ഗോപകുമാർ സാറും അശോക് സാറും അതേപോലെ ചന്ദ്രൻ സാർക്ക് ദീർഘനേരം അതിൻ്റെ ഡാറ്റ വെച്ച് ചർച്ച ചെയ്ത ഈ ടുഡേ ചാണക്യ ഗ്രൂപ്പ് അവർ 2024 സർവേ നടത്തിയിരുന്നു. അന്ന് 385 മുതൽ 415 സീറ്റ് വരെ NDAക്ക്, 96 മുതൽ 118 സീറ്റ് വരെ ഇന്ത്യ ബ്ലോക്കിന് എന്നാണ് പറഞ്ഞത്. റിസൾട്ട് നമ്മുടെ മുന്നിലുണ്ട്. ആക്സിസ് മൈൻഡേയും അന്ന് 361 മുതൽ 401 വരെ സീറ്റ് NDAക്കും, ഇതേപോലെ തന്നെ 111 മുതൽ 151 വരെ അങ്ങനെ മറ്റുമാണ് ഇന്ത്യ ബ്ലോക്കിൽ നടന്നത്. ഇതിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ട് ഒരു പ്രതീക്ഷ വെക്കുന്നതിൽ അർത്ഥമില്ല. ഡൽഹിയിലിരിക്കുന്ന പലരും സർവേ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ BJPക്ക് ഒരു മുൻതൂക്കവും BJP നിർണ്ണയിക്കുന്ന ആളുകൾക്ക് അധികാരം കിട്ടുന്നത് പോലത്തെ റിസൾട്ടുകളൊക്കെ പലപ്പോഴും കിട്ടാറുണ്ട്. അവരെപ്പോഴും BJPയെ ഫേവർ ചെയ്യുന്നത് എൻ്റെ ഒരു മുന്നനുഭവത്തിൽ, നമ്മുടെയൊക്കെ ഒരു മുന്നനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു വെക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് 2 തെരഞ്ഞെടുപ്പുകൾ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വലിയ നേട്ടം കിട്ടിയൊരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ അതിൻ്റെ നേർ വിപരീതമായൊരു റിസൾട്ട് 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിചാരിച്ചിടത്തേക്ക് എത്തുന്നില്ല എന്ന് മാത്രമല്ല ഒരു തിരിച്ചടി എന്ന് കണക്കാക്കാവുന്ന റിസൾട്ട് പുറത്തു വരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കുന്നു. അപ്പോൾ ഇത്തവണ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയമുണ്ടായ ഘട്ടം മുതൽ ഞങ്ങളുടെ സംഘടനാ സംവിധാനങ്ങളൊക്കെ വളരെ വിജിലൻ്റ് ആയിരുന്നു. തൊട്ട് മുൻപുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ട തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ആരംഭിച്ചു. 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന മേൽക്കൈ ഇവിടെ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതിനുശേഷം 100-120 ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു എന്ന് വന്നാൽ കൃത്യമായും 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ പ്ലസും മൈനസും ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഇത്തരം രാഷ്ട്രീയ ഘടകങ്ങൾ, ഇപ്പോൾ അശോക് സാർ പറഞ്ഞു ഇവിടുത്തെ രാഷ്ട്രീയ ചുറ്റുപാടുകൾ കൂടി ഉണ്ടല്ലോ, അത്തരമൊരു ചുറ്റുപാടുകളുടെയും ജനങ്ങളുമായി ഞങ്ങൾ നടത്തിയൊരു കമ്മ്യൂണിക്കേഷൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ എക്സിറ്റ് പോളുകൾക്ക് അപ്പുറത്തുള്ള ഒരു വിജയം ഒരുപക്ഷെ ഞങ്ങൾക്ക് ലഭിച്ചേക്കാം എന്ന പ്രതീക്ഷ വച്ചു പുലർത്തുന്നു. അതിനുള്ള പ്രവർത്തനവും ലീഗ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഭരണത്തിലേക്ക് എത്തുമെന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ നിങ്ങൾ ഇന്ന മന്ത്രിസ്ഥാനം വേണം, ഇന്ന വകുപ്പ് വേണം എന്ന രൂപത്തിലേക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന തരത്തിലേക്കാണ് നിങ്ങളുടെ ആത്മവിശ്വാസം എന്ന പ്രതികരണവുമായി നേരത്തെ പതുങ്ങിയിരുന്നവർ പുറത്തേക്ക് വന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഷിബു മീരാൻ കേട്ടല്ലോ. അപ്പോൾ ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടും, ലീഗ് ഭരിക്കും, ലീഗ് ഭരിച്ചാൽ എന്താ എന്ന ചോദ്യം അവിടെയുണ്ട്. ലീഗ് ഭരിക്കും എന്ന് ആരോടാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം. അപ്പോൾ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങുന്നുണ്ട്. അത് കോൺഗ്രസിനെ ബാധിക്കുമോ? എപ്പോഴും ഇതിന് ലീഗ് മാത്രമല്ലല്ലോ മറുപടി പറയേണ്ടത് ഷിബു മീരാൻ. തീർച്ചയായും ഞാൻ അതിലേക്ക് വരികയാണ്. യഥാർത്ഥത്തിൽ ഇന്നുണ്ടായിട്ടുള്ള ചെറിയ 2 ഘട്ടമുണ്ട്. ഒന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കണം എന്ന കാര്യത്തിൽ നമ്മൾ ഇന്ന് പാണക്കാട് സെയ്ദ് സാദിഖലി ശബ്ദങ്ങൾ മാധ്യമങ്ങളോട് നടത്തിയിട്ടുള്ള കമന്റിൽ എവിടെയും കോൺഗ്രസിന്റെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഒരു നേതാവിന്റെയും പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഒരു മാധ്യമ പ്രവർത്തകനും റഫർ ചെയ്ത ചോദ്യത്തിന് ചോദ്യം അങ്ങനെ തന്നെ വന്നു, പേരെടുത്ത് തന്നെയാണ് വന്നത്. അതെ, ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ജനവികാരം മാനിച്ചുകൊണ്ടിരുന്നത്. അതോടുകൂടി ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം, ഇപ്പൊ ഇത്രയും നേരം ഞാൻ സ്മൃതിയോട് സംസാരിച്ചത് ഞാൻ ഈ പറഞ്ഞ 8-10 വാചകങ്ങൾ ചേരുമ്പോഴാണല്ലോ സ്മൃതി അതിന്റെ കണ്ടന്റ് ഉണ്ടാവുക. അതിൽ തങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അതിലിടപെടുകയോ അഭിപ്രായം പറയുകയോ ഇയാളെ പറ്റും മറ്റേയാളെ പറ്റില്ല എന്ന് പറയുന്ന നിലപാട് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്കില്ല, ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഇനി ഉപമുഖ്യമന്ത്രി സ്ഥാനം, അവിടെയും തങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് എന്താണ്, ഞങ്ങളത് ചോദിച്ചു വാങ്ങുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ള നമ്പർ വെച്ചിട്ട് ഒരു സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യമില്ല. ഇപ്പൊ തൊട്ടടുത്ത കർണാടകയിൽ പഴയൊരു അനുഭവം നമുക്ക് ഓർമ്മയുണ്ടാവും. അവിടെ ഒരു ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമ്പോൾ കോൺഗ്രസ് 78 സീറ്റ്, BJPക്ക് 100 സീറ്റ്, കുമാരസ്വാമിയുടെ കയ്യിൽ 10-35 MLA-മാരുണ്ട്. അയാൾ വന്ന 1.5 കൊല്ലം മുഖ്യമന്ത്രി ആയ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയൊന്നും ഒരു സാഹചര്യത്തിൻ്റെയും സമ്മർദ്ദം ഞങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ശീലം നേരത്തെയും ഞങ്ങൾക്കില്ല, ഇനിയും ഉണ്ടാവില്ല. ഇനി ഞങ്ങളുടെ അംഗസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ UDF പൊതുവായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന ആ ഗവൺമെന്റ് ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹ്യ നീതിയെ എല്ലാ നിലക്കും ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്ന മാന്യമായ ഒരു പരിഗണന ഞങ്ങൾ ഈ മറുപടി ഞാൻ പറയുന്ന സ്മൃതി ഒരു നിലക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു മുസ്ലിം ലീഗുകാരൻ ആകണമോ വേണ്ടയോ എന്ന ചോദ്യത്തിന് ഉത്തരം വേറെയാണ്. ആകാൻ എല്ലാ അർഹതയും ഭരണഘടനാപരമായി ഉണ്ട്. പക്ഷെ അത് രാഷ്ട്രീയ ഔചിത്യം നോക്കുമ്പോൾ ഞങ്ങൾ എടുക്കുന്ന ഒരു
പ്രിക്വേഷൻ മാത്രമാണ്. ഞാനിത് പറയുന്നത് ഞങ്ങൾക്ക് വോട്ട് നൽകിയ ജനങ്ങളോടാണ്. അവരോട് ഞങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പറയാണ്, ഒരു സാഹചര്യങ്ങളെയും ദുരുപയോഗം ചെയ്ത് ഞങ്ങളൊന്നും പിടിച്ചു വാങ്ങുന്നവരായി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കില്ല. ഇനി ഒരു കൂട്ടർ കൂടി ഇന്ന് വരുന്നുണ്ട്, അവർ ഇന്നും ഇന്നലെയായിട്ട് പറയുന്നത് അതാണ് ഞാൻ പറയുന്നത് സ്മൃതി. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിപക്ഷ പ്രവർത്തനം ഇന്നലെ രാവിലെ AK ബാലന്റെ സ്റ്റേറ്റ്മെന്റോടെ, ഇന്ന് ഒരു സമുദായ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റോടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. മാറാട് കലാപം ഉണ്ടാവും, ലീഗ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. ഇന്നും ഞങ്ങൾ പറയുന്നു, ഉപമുഖ്യമന്ത്രി പദം പോലും ഒരു സാഹചര്യത്തിന്റെയും സമ്മർദ്ദത്തിന്റെ പേരിൽ UDFനോട് ബാർഗെയിൻ ചെയ്ത് വാങ്ങിയ ശീലം ഞങ്ങൾക്ക് നേരത്തെ ഇല്ല, ഇനിയുമില്ല. അവിടെ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവിടെ ഞങ്ങൾ അക്കൗണ്ടബിൾ ആകുന്നത് ഞങ്ങൾ വോട്ട് നൽകിയ ഈ കേരളത്തിലെ പൊതുസമൂഹത്തോട് മാത്രം. ബാക്കിയിരുന്ന് ഈ കുരയ്ക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി, ഞങ്ങൾ 140 മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, 27 മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. ഒരു ജാതി വിഭാഗത്തെയും ഒരു മതവിഭാഗത്തെയും ഒരു രാഷ്ട്രീയക്കാരെയും മാറ്റി നിർത്താതെ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. കുറെ പേർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അവരോട് ഞങ്ങൾ അക്കൗണ്ടബിൾ ആയിരിക്കും. ഈ പറഞ്ഞ ഈ കയ്യാലപ്പുറത്തുള്ള ഈ ഓരിയിടലുണ്ടല്ലോ, ഈ മാറാട് കലാപം ഉണ്ടായി കാണണം. ഇനി അങ്ങോട്ട് കേരളത്തിൽ കലാപങ്ങൾ ഉണ്ടാകണം. ഇവിടുന്ന് അങ്ങോട്ട് ഇത്തരം കലാപങ്ങൾ ഉണ്ടാക്കുന്ന കൊട്ടേഷൻ പണി ഞങ്ങൾ ഏറ്റെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ ജൽപ്പനങ്ങൾക്ക് ഞങ്ങൾ പുല്ല് വില കൽപ്പിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഞങ്ങളുടെ സെക്യുലർ ക്രെഡൻഷ്യൽ ബോധ്യപ്പെടുത്തി ഞങ്ങൾ മുന്നോട്ട് പോകും. ശരി, അത് ആദ്യം പറഞ്ഞത് വെള്ളാപ്പള്ളിയല്ല എന്ന് കൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. ആദ്യം പറഞ്ഞത് വെള്ളാപ്പള്ളിയല്ല, അത് വെള്ളാപ്പള്ളി ആവർത്തിക്കുകയാണ് ചെയ്തതെന്നും നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. ഞാൻ കൂടുതൽ അതിഥികൾ ഉള്ളതുകൊണ്ടാണ് ശ്രീ മോഹൻ വർഗീസ് അങ്ങ് ക്ഷമിക്കുക. അടുത്ത ഇടവേളയ്ക്ക് ശേഷം ഞാൻ അങ്ങയിലേക്ക് വരാം. സംയുക്ത പ്രതിപക്ഷമാണ് കേരളത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, അങ്ങ് എങ്ങനെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ കാണുന്നത്? 100-ലധികം സീറ്റ് എന്നുള്ള അവകാശവാദം ഇരുഭാഗത്തു നിന്നും കേട്ട തിരഞ്ഞെടുപ്പാണിത്. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ അങ്ങനെയല്ല കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഭരണവിരുദ്ധ വികാരമല്ല എന്ന വിലയിരുത്തൽ ഇടതുപക്ഷം നടത്തുന്നു. ഇവിടെ 2 ലെവൽ ഓഫ് എക്സിറ്റ് പോൾസ് ആണ് കണ്ടത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന 10ഓളം എക്സിറ്റ് പോളുകളിൽ ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും ഏതാണ്ട് 70 മുതൽ 90 വരെ സീറ്റുകൾ, അതായത് വ്യക്തമായ ഭൂരിപക്ഷം UDFന് ലഭിക്കുമെന്ന നിഗമനത്തിലെത്തി നിൽക്കുമ്പോൾ ഇന്ന് പുറത്തു വന്ന ടുഡേസ് ചാണക്യ മറ്റൊരു ചിത്രമാണ്, ടോട്ടലി കോൺട്രാസ്റ്റിംഗ് ഒരു ചിത്രമാണ് വരച്ചു കാട്ടുന്നത്. ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കില്ല. BJP ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് വരും, ഒരു സിറ്റുവേഷനാണ്, അങ്ങനെ വരും എന്ന് കാണിക്കാൻ പ്രത്യേകിച്ച് സ്ഥിതിവിവരക്കണങ്ങളൊന്നും തന്നെ അതിന് ഉപോത്ബലകമായി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് 20% വോട്ട് എന്ന് പറയുന്നത് പാർലമെന്റിൽ ലഭിച്ചതിനേക്കാൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 19.86% കൂടുതലാണ് എന്ന് പറയുമ്പോൾ അതിനുള്ള സാധ്യത ലോജിക്കലി കാണാനാവില്ല. കാരണം ഇത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അവിടെ ഒരുപക്ഷെ UDF അല്ലെങ്കിൽ LDF എന്നതിലേക്ക് വോട്ടർമാർ ചുരുക്കുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ലോക്സഭയിൽ ലഭിച്ച തരത്തിലുള്ള ഒരു മാൻഡേറ്റ് ലഭിക്കാൻ സാധ്യത കുറവാണ്. അത് മാത്രമല്ല 20% ലഭിച്ചാൽ അതിനെ എങ്ങനെയാണ് സീറ്റായി കൺവേർട്ട് ചെയ്യുക? അങ്ങനെയെങ്കിൽ 10-11ഓളം സീറ്റുകൾ എന്ന് പറയുമ്പോൾ അത് വലിയൊരു നമ്പറാണ്. നോക്കൂ, ഇതിന് അടുത്തെത്തുന്ന നമ്പർ ബംഗാളിലാണ്. 2021 തിരഞ്ഞെടുപ്പിൽ ബംഗാളിൽ BJPക്ക് 77 സീറ്റുകൾ ലഭിച്ചു. അതിന് തൊട്ട് മുൻപ് നടന്ന 2016 തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് ലഭിച്ചപ്പോൾ കിട്ടിയത് കേവലം സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സാണ്. അത് 293 അംഗ നിയമസഭയിലാണ് എന്നോർക്കണം. അതുകൊണ്ട് ആ രീതിയിൽ കേരളത്തിൽ എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുക? ഈവൻ 20 ആർഗ്യുമെന്റിന് വേണ്ടി 20% വോട്ടുകൾ ലഭിച്ചാൽ പോലും അത് സീറ്റായി പ്രൊജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രത്യേകിച്ചും ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ സ്ട്രാറ്റജി കാർഡടച്ച് വെടിവെക്കുക എന്നതല്ല, മറിച്ച് സെലക്ട് കോൺസ്റ്റിറ്റ്യുവൻസീസിൽ പ്രത്യേകിച്ച് 30,000+ വോട്ട്സ് ലഭിക്കുന്ന മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും A ക്ലാസ് മണ്ഡലം, A+ ക്ലാസ് മണ്ഡലം എന്നിങ്ങനെ തിരിച്ചുകൊണ്ട് അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു 30-40 മണ്ഡലങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിൽ തന്നെ ഏതാണ്ട് 10ഓളം മണ്ഡലങ്ങളിൽ വലിയ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുക എന്ന സ്ട്രാറ്റജിയാണ്. അവിടെയാണ് പൂളിംഗ് ഓഫ് ദ റിസോഴ്സസ് ടുഗെദർ ടു എൻഷുർ ദാറ്റ് ദർ ഈസ് സം ഇമ്പാക്ട് അറ്റ്ലീസ്റ്റ്. ആ ഒരു മെത്തഡോളജി അതെങ്ങനെയാണ്? അത് BJPയുടെ തന്ത്രമാണ്. പക്ഷേ മെത്തഡോളജിയിൽ അതെങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഈ ടുഡേസ് ചാണക്യയുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് അത്ര വിശ്വാസയോഗ്യമായ ഒരു നമ്പേഴ്സ് അല്ല. അതിനേക്കാൾ ആക്സിസ് മൈ ഇന്ത്യയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രൊജക്ഷൻ കുറച്ചുകൂടി റിയലിസ്റ്റിക്കായി തോന്നുകയാണ്. അവരൊരു വലിയ റേഞ്ചിലാണ് പറയുന്നത്. ഏതാണ്ട് 75 മുതൽ 90 വരെയുള്ള റേഞ്ചിൽ ഒരു വൈഡ് റേഞ്ചാണ്. എനിക്ക് തോന്നിയത് ഈ സർവേകളുടെ എല്ലാം ആകത്തുക എടുക്കുമ്പോൾ തോന്നിയത്
ഒരു സേഫ് റേഞ്ചിൽ വലിയ നിശ്ചയമില്ലാത്തതുകൊണ്ട് UDF ഒരു സ്ലൈറ്റ് എഡ്ജ് എന്ന് തോന്നുന്നത് കൊണ്ട് ഒരു സേഫ് റേഞ്ചിൽ ഒരു 70 മുതൽ 80 വരെയാണ് മഹാഭൂരിപക്ഷം സർവേകളും പറയുന്നത്. അപ്പോൾ അവിടെയാണ് അതിൻ്റെ സർവേകളുടെ ഒരു മെത്തഡോളജിയെക്കുറിച്ച് ഡോക്ടർ ഗോപകുമാറും ഒക്കെ ഡോക്ടർ B അശോകും എല്ലാം തന്നെ സംശയങ്ങൾ പ്രകടിപ്പിച്ചതിൻ്റെ അതിൻ്റെ ചൂട് പിടിച്ച് തന്നെയാണ് എനിക്കും ചിന്തിക്കാനുള്ളത്. കാരണം കേരളത്തിൽ അത്ര ലളിതമല്ല ഈ മൂന്നാമത്തെ ഒരു മുന്നണി അല്ലെങ്കിൽ NDA ഇപ്പോൾ എത്രത്തോളം ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, അവിടെയാണ് കമ്മ്യൂണിറ്റികളുടെ ഒരു പങ്ക്. നോക്കൂ, ഹിന്ദു പാർട്ടി എന്ന് പൊതുവെ അറിയപ്പെടുന്നത് ഈഴവ സമുദായത്തിൻ്റെ വലിയ പിന്തുണ ഒരു കാലത്തുണ്ടായിരുന്ന CPM ആണ്. കേരളത്തിലെ ലാർജസ്റ്റ് ഹിന്ദു വോട്ട് ബാങ്ക് ഉള്ള പാർട്ടി CPM തന്നെയാണ് അന്നും ഇന്നും ഇപ്പോഴും. ഇതുവരെ BJP അതിലെ ഈഴവ സെഗ്മെന്റിന്റെ ഒരു വിഭാഗത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുപോയി എന്നാണ്. തീരെ ചെറിയൊരു വിഭാഗമല്ല. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം, അതുപോലെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഒക്കെ നല്ല നമ്പറാണ്. ഏതാണ്ട് 50,000 മുതൽ 1,00,000 വരെ വോട്ടെങ്കിലും ആ സമുദായത്തിൽ നിന്ന് തന്നെ ഒരുപക്ഷെ BJPയിലേക്ക് പോയി. ആ ട്രെൻഡ് ഇപ്പോൾ അറസ്റ്റഡായി എന്നതാണ് ടുഡേസ് ആണ് ആക്സിസ് നൗ ഇന്ത്യയുടെ ഒരു കണക്ക്. അതായത് മുസ്ലിം ക്രിസ്ത്യൻ കൺസോളിഡേഷൻ, ന്യൂനപക്ഷ ഏകീകരണം UDFന് അനുകൂലമായി സംഭവിച്ചപ്പോൾ ഹൈന്ദവ ഏകീകരണം സംഭവിച്ചില്ല എങ്കിലും നഷ്ടപ്പെട്ട ഈഴവ വോട്ടുകളുടെ ചെറിയ പങ്ക് തിരിച്ചെത്തി എന്ന രീതിയിലാണ് ആ റിപ്പോർട്ടുകൾ കണ്ടത്. അത് ശരിവെക്കുകയാണെങ്കിൽ തെക്കൻ കേരളത്തിൽ LDFന് പഴയ നില ഒരു പക്ഷേ തുടരാനാവും വിത്ത് റെഡ്യൂസ്ഡ് മാർജിൻ. BJP ഒരു സ്ഥാനാർത്ഥിക്കും വേണ്ടി വെള്ളാപ്പള്ളി ഇത്തവണ ഇറങ്ങിയിട്ടില്ല എന്നതും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളോട് കണ്ണടച്ചു എന്നതും ഒക്കെ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കണം അല്ലേ? അവിടെ ഏറ്റവും ഇവിടെ മാൻ ഓഫ് ദ ഇലക്ഷൻ അല്ലെ മാൻ ഓഫ് ദ ഡേ അല്ലെങ്കിൽ മാൻ ഓഫ് ദ മാച്ച് എന്നൊക്കെ പറയുമ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശനിലേക്ക് തന്നെ നമ്മുടെ കണ്ണുകൾ എത്തേണ്ടി വരും. കാരണം UDFന് ഒരു നല്ല മാൻഡേറ്റ്, ഒരു മെച്ചപ്പെട്ട മാൻഡേറ്റ് ലഭിക്കുന്നു എങ്കിൽ കാറ്റലിസ്റ്റിക് റോൾ വാസ് പ്ലേഡ് ബൈ വെള്ളാപ്പള്ളി നടേശൻ വിത്ത് നെഗറ്റീവ് റിമാർക്സ്. ഇത് തീർച്ചയായും ന്യൂനപക്ഷ സമുദായത്തിൻ്റെ കൺസോളിഡേഷനും മലബാറിലെ മെച്ചപ്പെട്ട ഒരു മാൻഡേറ്റിനും UDFന് സഹായകരമായി. മധ്യ കേരളത്തിൽ FCRI സംബന്ധിച്ച ഒരു അനിശ്ചിതത്വം ലാസ്റ്റ് മിനിറ്റിൽ BJPക്ക് ലഭിക്കാവുന്ന ഒരു ക്രിസ്ത്യൻ വോട്ടിൻ്റെ ചെറിയൊരു പങ്ക് UDFിലേക്ക് വരുന്നു എന്ന ഒരു നിഗമനമാണ്. അതുപോലെ 2020 ഇവിടെ പലപ്പോഴും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ് T20. എറണാകുളം ജില്ലയിൽ ചില മേഖലകളിൽ സ്വാധീനമുണ്ടെന്ന് നമ്മൾ കരുതുകയും എന്നാൽ അവിടെയും ന്യൂനപക്ഷ വോട്ടുകളാണ് പലപ്പോഴും മുസ്ലിം ക്രിസ്ത്യൻ അതുപോലെ തന്നെ 2020ക്ക് പഴയ രീതിയിൽ ആ രീതിയിൽ വോട്ട് സമാഹരിക്കാനാവില്ല. ഇല്ല, അത് NDAയിലേക്ക് വരുമെന്നതിന് ഒരു സൂചനയുമില്ല. NDAയിൽ പ്രവർത്തിക്കുന്ന T20ക്ക് സ്വതന്ത്രമായി നിൽക്കുന്ന ഇൻഡിപെൻഡൻ്റ് നിൽക്കുന്ന T20യേക്കാൾ ശക്തി ഒരുപക്ഷെ കുറവായിരിക്കും. അതുകൊണ്ട് കൃത്യമായി ആ വോട്ട് കൂട്ടാൻ BJP പ്ലസ് T20 എന്ന് കൂട്ടുന്നത് അബദ്ധമായിരിക്കും. അങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതൊന്നും പരിഗണിക്കാതെ ഒരു സർവേയിൽ ഇത്ര സീറ്റുകൾ പ്രൊജക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് കണ്ണടച്ച് നിലം തൊടാതെ വിഴുങ്ങാൻ പറ്റുന്നതല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ B അശോക്, അവസാനമായി എക്സിറ്റ് പോൾ ഫലങ്ങൾ പാളിയ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഹരിയാന തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ് സംഭവിച്ചത്. ഇതിപ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാനാകില്ല. പക്ഷേ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇവിടെ ഒരു വേവ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾക്കും അപ്പുറത്തേക്ക് പോകാം. അല്ല, അതിങ്ങനെ കണ്ടാൽ മതി. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായിട്ട് കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പിന്നെ എല്ലാവർക്കും സമ്മതിയുണ്ട്. ഒരുവിധം എല്ലാ ഇത് പഠിക്കുന്നവർക്ക് സമ്മതിയുണ്ട്. നമ്മളൊരു അസംഷൻ എടുത്താൽ മതി. ഏകദേശം 75 മുതൽ 80% വരെ മുസ്ലിം വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്തു, 70% ക്രിസ്ത്യൻ വോട്ടുകളും കൺസോളിഡേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഇലക്ട്രേറ്റിൻ്റെ എത്ര ശതമാനമായി ഓൾറെഡി UDFന്? 45% മൈനോറിറ്റി എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി 38% വോട്ടുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ മൈനോറിറ്റീസിന് ഈ സ്റ്റേറ്റ് അനുപാതത്തിൽ മൈനോറിറ്റീസ് ഉള്ള, ഇപ്പം സ്റ്റേറ്റ് അനുപാതത്തിന് കൂടുതൽ മൈനോറിറ്റീസ് ഉള്ള ഒരുപാട് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. സ്റ്റേറ്റിലെ അനുപാതത്തിൽ മിനിമം മൈനോറിറ്റീസ് ഉള്ള സ്ഥലത്ത് ഒറ്റയടിക്ക് UDF സ്റ്റാർട്ട് ചെയ്തത് 38% വോട്ട് ഷെയറുമായിട്ടാണ്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, 38% വോട്ട് ഷെയർ പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 5.3% എഡ്ജാണ് UDFന് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഹിന്ദു ഭൂരിപക്ഷമുള്ള, അതായത് മൈനോറിറ്റീസ്, എക്സ്ട്രീം മൈനോറിറ്റീസ് ആയിട്ടുള്ള 20-25% താഴെ മാത്രം മൈനോറിറ്റീസ് ഉള്ള മണ്ഡലങ്ങളിൽ മാത്രമേ ഈ സാഹചര്യത്തിൽ LDFന് ഒരു ബാറ്റിൽ ചാൻസ് പോലും കിട്ടുകയുള്ളൂ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ വളരെ ഗ്രേവാണ് ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റു വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ
50% കൂടുതൽ ഈഴവ നായർ വോട്ടുകൾ പിടിക്കുന്ന മണ്ഡലങ്ങളിലെ LDFനും NDAയ്ക്കും വിജയസാധ്യത വരുന്നുള്ളൂ. കാരണം ഈ 38 ഉള്ള സ്ഥലത്ത്, സ്റ്റേറ്റ് അനുപാതത്തിൽ മൈനോറിറ്റീസ് ഉള്ള സ്ഥലത്ത് എനിക്ക് കേവലം 12% പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ 50% എത്തിയില്ലേ? ഈ 50%, അതായത് 46 പോയിന്റ് ചില്ലറ ശതമാനം വെച്ചുകൊണ്ടാണ് ഞാൻ 2021 UDFനേക്കാൾ 57 സീറ്റ് കൂടുതൽ നേടിയത്. എൻ്റെ വോട്ടിംഗ് ഡിഫറൻസ് 7 മുതൽ 8% വരെയാണെങ്കിൽ ഇതേ റിസൾട്ട് എനിക്ക് ആവർത്തിച്ചുകൂടെ? അപ്പം നമ്മൾ ഈ മൈനോറിറ്റി കൺസോൾട്ടേഷൻ്റെ ഡിഗ്രിയാണ് ഇതിൻ്റെ കീ. മൈനോറിറ്റി കൺസോൾട്ടേഷൻ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ 80% സംഘടിച്ചാണ് പോൾ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് ആയിരിക്കില്ല വരുന്നത്. ഇത് ചിലർ പറയുന്ന പോലെ 90-95 പോലും നിൽക്കുകയില്ല. കാരണം പോളിംഗ് പെർസെൻറ്റേജ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഈ ക്ലോസ് കണ്ടസ്റ്റിൻ്റെ സെനാരിയോ എടുത്തു, ഒറ്റ കാര്യം മാത്രം. ക്ലോസ് കണ്ടസ്റ്റിൻ്റെ സെനാരിയോ എടുത്താൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പറയുന്ന മാതിരി ഒരു തൂക്ക് സഭയിലേക്കൊന്നും വരുന്നില്ല. കാരണം 38-40% പോൾ വന്നു കഴിയുമ്പോൾ 2% വ്യത്യാസത്തിൽ മിനിമം 10 മുതൽ 12 സീറ്റുകൾ വരെ മാറണം. അതാണ് അതിൻ്റെ ഇനി 38% സീറ്റ് കിട്ടുന്ന ആളിന് കൂടുതൽ സീറ്റ് കിട്ടുന്ന ഒരു സെനാരിയോ ഉണ്ടായിക്കൂടെ? 38% വോട്ട് ഷെയറിൽ വരാം, സാധ്യമാണ്. കാരണം വളരെ ലോ മാർജിൻസിൽ കൂടുതൽ സീറ്റ് ഞാൻ ജയിക്കുകയും മറ്റേ ആളുടെ വോട്ടെല്ലാം 10-20 കോൺസ്റ്റിറ്റ്യുവൻസീസിൽ കോൺസെൻട്രേറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് മലപ്പുറം പോലെയുള്ള വലിയ മാർജിനിൽ ജയിക്കുന്നു, പക്ഷേ കുറച്ച് സീറ്റേ ജയിക്കുന്നുള്ളൂ. ആ സാഹചര്യത്തിൽ എനിക്ക് ഭൂരിപക്ഷം കിട്ടാം, പക്ഷേ അതിൻ്റെ സാധ്യത എത്രയാണ്? അത് ഈ ഒരു ടോസപ്പ് പോലെയാണ്. അതിന് ശരിക്കും ഒരു 8 മുതൽ 10% വരെ സാധ്യതയുള്ളൂ. അപ്പോൾ 90% സാധ്യതയും കംഫർട്ടബിൾ മാർജിനിൽ ഈ മൈനോറിറ്റി കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ട് 75% എന്നുണ്ടെങ്കിൽ ഇലക്ഷന് പിന്നെ ഇലക്ഷൻ ഒന്നുമില്ല. പിന്നെ അബ്സല്യൂട്ട് ഹിന്ദു മെജോറിറ്റി ഉള്ളതും ഈഴവ നായർ വോട്ടുകൾ ധാരാളം ഉള്ളിടത്ത് എന്തെങ്കിലും മത്സരം അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് അങ്ങനെ ഒരു സെനാരിയോ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ കണക്കിലൊന്നും ഒരു അർത്ഥം ഉണ്ടാകത്തില്ല. 95-100-105 പോലും കുതിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഇപ്പോഴും ഗോപകുമാർ സാർ പറഞ്ഞ എസ്റ്റിമേറ്റ് 80-85 സേഫായിട്ട് UDFന് പിടിച്ചു നിൽക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ ഗോപകുമാർ, അവസാനമായി ഒരു മിനിറ്റിൽ അങ്ങും ഒന്ന് കൺക്ലൂഡ് ചെയ്യാമോ അങ്ങയുടെ അഭിപ്രായം? അല്ല, ഈ പറഞ്ഞ ഫ്രെയിംവർക്ക് വളരെ കറക്റ്റാണ്. ഡോക്ടർ അശോക് പറഞ്ഞ ഫ്രെയിംവർക്ക് വളരെ കറക്റ്റാണ്. മൈനോറിറ്റി കൺസോൾട്ടേഷനുള്ള ഡിസ്ട്രിക്റ്റിൽ UDFന് ഗണ്യമായ സീറ്റുകൾ കിട്ടും. പക്ഷേ പ്രോബബ്ലി തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ, തൃശ്ശൂർ, ഇത്തരം ജില്ലകളിൽ ഇടതുപക്ഷത്തിന് കാര്യമായ ഡിക്ലൈൻ ഉണ്ടാകുന്നില്ല, കാര്യമായ ശോഷണം സംഭവിക്കുന്നില്ല. അവിടെ തന്നെയാണ് പലയിടത്തും BJPയും കൂടെ മത്സരിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം അങ്ങനെയുള്ള മേഖലകളിൽ BJPക്ക് ശക്തമായ വേരോട്ടമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന കണക്ക് ശരിയാണ്. നമുക്ക് 75-80, മാക്സിമം 85 വരെ പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതും 75-80 ഞാൻ നിൽക്കുന്നത്. അത് 85 വരെ പരമാവധി പോകാം UDFന്. മറുവശത്ത് LDF 55 ബേസ് ഉറപ്പായിട്ട് കിട്ടുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. BJPക്ക് തീർച്ചയായിട്ടും 3 മുതൽ 5 സീറ്റ് വരെ പ്രതീക്ഷിക്കാം. ഇത്തരത്തിൽ പ്രത്യേകിച്ച് അവർക്ക് സീറ്റുകൾ കൂടുതൽ കിട്ടണം ശതമാനത്തിനേക്കാൾ എന്നുള്ള താല്പര്യമുള്ള ഒരു ഇലക്ഷനാണ്. ശരി, കാത്തിരിക്കാൻ നമുക്ക് 3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. വളരെ നന്ദി ഡോക്ടർ B. അശോക്, ഡോക്ടർ G. ഗോപകുമാർ, ഷിബു മീരാൻ, ശ്രീ M. ജയേന്ദ്രൻ, ഡോക്ടർ മോഹൻ വർഗീസ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.